മകൻ വയ്യാതെ കിടക്കുമ്പോഴും പവർ ഓഫ് അറ്റോർണിയെക്കുറിച്ചാണ് അമ്മായിയമ്മ ചോദിച്ചതെന്ന് സുമാ ജയറാം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ പുതിയ വ്ലോഗിലൂടെയായി ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിരിക്കുകയാണ്. 25 ലക്ഷം മുടക്കി നീ എന്തിനാ കുട്ടികളെ ഉണ്ടാക്കാൻ പോയതെന്ന് അവർ ലല്ലൂഷിനോട് ചോദിച്ചിരുന്നു. കാണുമ്പോഴെല്ലാം ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞ് മകനെ ചൂടുപിടിപ്പിക്കും, എന്നിട്ട് വഴക്കുണ്ടാക്കും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീഴ്ചയിലുണ്ടായ പരിക്കുകളെ തുടർന്ന് ആശുപത്രിയിലാണ് ലല്ലൂഷ്. മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് സുമ ആശുപത്രിയിലേക്ക് പോവാറുള്ളത്. വ്ലോഗിലൂടെയായി കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെയും പവർ ഓഫ് അറ്റോർണി തൻ്റെ പേരിലേക്ക് മാറ്റാനായി ലല്ലൂഷിൻ്റെ മമ്മി ശ്രമിച്ചിരുന്നു. ഞങ്ങൾ അന്ന് വേളാങ്കണ്ണിയിലേക്ക് പോവുകയായിരുന്നു. സഹോദരിയുടെ ഭർത്താവും അന്ന് മമ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു. അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അന്ന്. വക്കീൽ വീട്ടിൽ വന്നാണ് എല്ലാം എഴുതിയത്. അവർ 3 പേരും ഒപ്പിട്ടിരുന്നു. എന്ത് പേപ്പറാണെങ്കിലും വായിച്ചു നോക്കിയിട്ട് വേണം ഒപ്പിടാനെന്ന് ലല്ലൂഷിനോട് പറഞ്ഞതാണ്. ആ ട്രിപ്പിനിടയിലും ഇതേക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല ലല്ലു, അതിനാൽ ഞാൻ ഒപ്പിട്ടില്ല. വായിച്ചു നോക്കിയിട്ടാണോ ലല്ലു ഒപ്പിട്ടത് എന്ന് ചേച്ചി ചോദിച്ചിരുന്നു. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോർണി മമ്മിയിലേക്ക് മാറ്റുകയാണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിനൊരിക്കലും എൻ്റെ കെട്ടിയോൻ സമ്മതിക്കില്ല. നാളെ മമ്മിയുടെ കയ്യിൽ നിന്നും അത് വേറെ ആരെങ്കിലും എഴുതി വാങ്ങിയാലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നായിരുന്നു ചേച്ചി പറഞ്ഞത്. ഈ വോയിസ് മെസ്സേജ് ഞാനും കേട്ടിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് മമ്മിയോട് ലല്ലു ആ പേപ്പർ ചോദിച്ചത്. ഞാനിത് എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയാണ്, വായിച്ച് മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞിരുന്നു. ആ സമയത്ത് അനിയൻ വീട്ടിലുണ്ടായിരുന്നില്ല. എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഞാനത് വിശദമായി വായിച്ചത്. അതിലൊരു കോപ്പി ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ബാക്കി 2 ഞങ്ങളുടെ റൂമിലെ ടേബിളിനിടയിലെ ഗ്യാപ്പിലിട്ട് കത്തിച്ച് കളഞ്ഞു. ഇപ്പോൾ അനിയൻ ഇതും ചോദിച്ചു വരും. ഞാൻ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞേക്കണം എന്നും പറഞ്ഞു. അയ്യോ സുമി, എന്തിനാ അത് കത്തിച്ച് കളഞ്ഞത്? കത്തിക്കാതെ ഇവിടെ വെക്കത്തില്ലായിരുന്നോ? കൊടുക്കാതിരുന്നാൽ പോരെ എന്ന് ലല്ലു എന്നോട് ചോദിച്ചിരുന്നു. ഏതെങ്കിലും ടൈമിൽ ലല്ലു അത് എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. കത്തിച്ചത് കൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കല്യാണം കഴിക്കാത്ത അനിയൻ വന്ന് ചോദിച്ചിരുന്നു. അതിപ്പോൾ കീറിക്കളഞ്ഞതേയുള്ളൂ എന്ന് പറഞ്ഞു. അന്നത് ചീറ്റിപ്പോയി. ഇപ്പോൾ വീണ്ടും പവർ ഓഫ് അറ്റോർണി. നിങ്ങൾ എന്തിനാണ് മകനെ കല്യാണം കഴിപ്പിച്ചത്? ആ റൂമിൽ ഇദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ? എന്തിനാണ് കല്യാണം കഴിപ്പിക്കാൻ പോയത്? എന്നോട് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിയോ? എന്തിനാ മോൻ പിള്ളേരുണ്ടാക്കാൻ പോയത്? 25 ലക്ഷം മുടക്കി എന്തിനാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് ലല്ലൂഷിൻ്റെ മമ്മി ചോദിച്ചത്. എന്തിനാ ഉണ്ടാക്കിയത് എന്ന് ഒരു മകനോട് അമ്മ ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുമായിരുന്നു സുമാ ജയറാം പറഞ്ഞത്.